ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ ആർക്കെങ്കിലും കൈമാറുമ്പോൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ല. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എൻ്റെ പേര് നിവേദ്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, സെൻസിറ്റീവായ ഇൻഫർമേഷൻ, ബാങ്കിങ് ഇൻഫർമേഷൻ, നമ്മുടെ ഫോണിലുള്ള ഫോട്ടോസ്, വീഡിയോസ്, അതുപോലെ സോഷ്യൽ മീഡിയ ഇൻഫർമേഷൻ, മെയിൽസ്, അതുപോലെ മെസ്സേജസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ഉള്ളതാണ്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ ഫോൺ ആർക്കെങ്കിലും കൈമാറുമ്പോൾ ഇതിലേക്കെല്ലാമുള്ള ആക്സസ് കൂടിയാണ് നമ്മൾ നൽകുന്നത്. നിങ്ങൾ ഒരിക്കലും സ്ട്രേഞ്ചേഴ്സിന് അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയ വ്യക്തികൾക്കൊന്നും നിങ്ങളുടെ മൊബൈൽ ഫോൺ കൈമാറരുത്. നമുക്കാരെയും കൂടുതലായി ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ ഫോൺ ആർക്കെങ്കിലും കിട്ടിയാൽ അവർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സ്പൈവെയർ എല്ലാം ഇൻജെക്ട് ചെയ്യാൻ സാധിക്കും. ഇതിനായി പ്രത്യേകിച്ച് ഹാക്കിംഗ് ഒന്നും പഠിക്കണമെന്നില്ല. പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോണിലുള്ള ആക്ടിവിറ്റീസ് എല്ലാം മറ്റുള്ളവർക്ക് ട്രാക്ക് ചെയ്യാനെല്ലാം സാധിക്കും. നമ്മുടെ സെൻസിറ്റീവായ ഇൻഫർമേഷൻ എല്ലാം മോഷ്ടിക്കാനും അതുപോലെ നമ്മുടെ ഫോൺ തന്നെ മറ്റൊരു ഭാഗത്തിരുന്ന് കൺട്രോൾ ചെയ്യാനെല്ലാം ഇത്തരത്തിൽ സ്പൈവെയർ എല്ലാം ഇൻജെക്ട് ചെയ്യുക വഴി സാധിക്കും. ഇനി ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആരെങ്കിലും ഇത്തരത്തിൽ സ്പൈവെയർ എല്ലാം ഇൻജെക്ട് ചെയ്താൽ നമുക്കത് അറിയാൻ സാധിക്കില്ല. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത്തരത്തിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓട്ടോമാറ്റിക്കായി ഹൈഡ് ആകും. അതിനാൽ തന്നെ നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് നോക്കാം. നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി ചാർജ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തോ ഒരു ആപ്ലിക്കേഷൻ ഇത് കൂടുതൽ ബാറ്ററി നിങ്ങളുടെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന്. സാധാരണയായി ഇത്തരത്തിൽ സ്പൈവെയർ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം സ്പൈ ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോണിൽ ബാറ്ററി എല്ലാം പെട്ടെന്ന് തന്നെ തീരാൻ ഇത് കാരണമാകും. അതിനാൽ തന്നെ ബാറ്ററി എല്ലാം ഇപ്രകാരം പെട്ടെന്നെല്ലാം തീരുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ മൊബൈൽ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്ന ഓപ്ഷനിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ ഏറ്റവും കൂടുതലായി ബാറ്ററി കൺസ്യൂം ചെയ്യുന്ന ആപ്ലിക്കേഷന്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇവിടെ നിന്നും അൺയൂഷ്വൽ ആയ എന്തെങ്കിലും ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കൂടുതൽ ബാറ്ററി എല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫോണിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഇത് ഏതെങ്കിലും ആപ്സ് എല്ലാം യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇതിനായി നിങ്ങൾക്ക് ഫോണിലെ സെറ്റിംഗ്സ് എന്നതിൽ പോയി അഡ്മിൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ ടാപ്പ് ചെയ്ത് ഏതെല്ലാം ആപ്ലിക്കേഷൻ ആണ് ഡിവൈസ് അഡ്മിൻ ആപ്സിൽ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്നത് ഫൈൻഡ് മൈ ഡിവൈസ്, അതുപോലെ സ്ക്രീൻ ലോക്ക് ആപ്സ് എല്ലാമാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ അല്ലാതെ മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയ ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങളുടെ അഡ്മിൻ ആപ്സ് കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്തരത്തിൽ അൺഓതറൈസ്ഡ് ആയ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങളുടെ അഡ്മിൻ ആക്സസ് എല്ലാം നേടിയിട്ടുണ്ടോ? ഇങ്ങനെ നേടിയിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ എല്ലാം നിങ്ങളുടെ ഫോണിൽ നിന്നും റിമൂവ് ചെയ്യുക. അറിയാത്തവർക്ക് ഫോൺ നൽകുക വഴി ഇത്തരത്തിൽ ഒരുപാട് ഇഷ്യൂസ് എല്ലാം നമ്മൾ ഫേസ് ചെയ്യേണ്ടതായി വരും. അതുപോലെ നമ്മുടെ ഫോണിൽ നിന്നും ബാങ്കിങ് ആപ്പിന്റെ ഇൻഫർമേഷൻ എല്ലാം എടുത്ത് അതുപോലെ നമ്മുടെ പേയ്മെന്റ് ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്ത് അൺഓതറൈസ്ഡ് ആയ പേയ്മെന്റ്സ് എല്ലാം നടത്താൻ ഇത്തരത്തിലുള്ളവർക്ക് കഴിയും. അതുപോലെ ഐഡന്റിറ്റി തെഫ്റ്റ് എല്ലാം നടത്തുന്നതിനും ഇത്തരത്തിൽ നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം ലീക്ക് ആകുന്നത് കാരണമാകും. അതുപോലെ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ, അഡ്രസ്, വർക്ക് പ്ലേസ് ഇൻഫർമേഷൻ, അതുമല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് എല്ലാം ഇതുപോലെ ലീക്ക് ആവുകയാണെങ്കിൽ ഇതെല്ലാം പലർക്കും മിസ്യൂസ് ചെയ്യാനെല്ലാം സാധിക്കും. നമ്മുടെ കോണ്ടാക്ട്സ് മനസ്സിലാക്കി, ഹാബിറ്റ് മനസ്സിലാക്കി, സോഷ്യൽ മീഡിയ കണക്ഷൻ എല്ലാം മനസ്സിലാക്കി സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് എല്ലാം നടത്താം. അതിനാൽ തന്നെ നിങ്ങളുടെ സേഫ്റ്റിക്കായി ഫോൺ ആർക്കും കൈമാറാതിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്